ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. അടിവാട് ടൗണിൽ മോഷണ ഭീഷണി ഉയരുന്നു. ഇടപെടൽ ആവശ്യപ്പെട്ട് വ്യാപാരികൾ. അടിവാട് ടൗണിലെ പല കടകളും സമീപത്തെ പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണങ്ങൾ നടന്നു. ക്ഷേത്രത്തിലെ CCTV തകർത്താണ് മോഷണങ്ങൾ നടത്തിയത്. ഇതോടൊപ്പം തന്നെ ടൗണിലെ റാസി മൊബൈൽ എന്ന കടയിൽ കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടന്നിരുന്നു. ഷട്ടറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതാണ് മോഷണം നടക്കാതെ പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ഇവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കൾ കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്നും മോഷ്ടാക്കളെ കണ്ടെത്തുവാൻ പോലീസ് നൈറ്റ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ആവശ്യപ്പെട്ടു. ഞാൻ അടിവാട് 10-16 വർഷമായി ഒരു വ്യാപാരം നടത്തുന്ന ആളാണ്. റാസി ബുക്ക് സ്റ്റാൾ ആൻഡ് മൊബൈൽസ് എന്നാണ് എൻ്റെ കടയുടെ പേര്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എൻ്റെ കടയിൽ മോഷണം ശ്രമം നടത്തുകയുണ്ടായി. ശക്തമായ പൂട്ടുള്ളതുകൊണ്ട് മോഷ്ടാക്കൾക്ക് അത് പൊളിക്കാൻ പറ്റിയില്ല. ഈ പരിസരത്തുള്ള കടകളിൽ പലതരത്തിലുള്ള പകലും രാത്രിയുമായിട്ട് പലതരത്തിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള അമ്പലത്തിലും മോഷണം നടന്നതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള വ്യാപാരികളും മൊത്തത്തിൽ ആശങ്കയിലും വളരെ വിഷമത്തിലുമാണ് എന്നറിയാം. അടിവാടും പരിസര പ്രദേശം മോഷണവും അതിക്രമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റാസ് മൊബൈൽസ് ആൻഡ് ബുക്ക് സ്റ്റാളിൽ നടന്ന മോഷണ ശ്രമം, അതിൻ്റെ ഷട്ടറിൻ്റെ താഴെ പൊളിച്ച് അകത്ത് കയറാനുള്ള ശ്രമം നടന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മണ്ടോത്തിൽ സ്റ്റോഴ്സിൽ മോഷണം നടന്ന് 3000 രൂപ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസമാണ് പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ മുഖം മൂടിയ മാതിരിയുള്ളൊരു സാധനം മോഷണം നടന്നിട്ടുള്ളത്. ഇതെല്ലാം പോലീസിൽ നമ്മൾ അറിയിക്കുകയും രേഖാമൂലം പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടും മോഷണ ശ്രമത്തിന് ഇതുവരെയും ഒരു അറുതി വരുത്താൻ സാധിച്ചിട്ടില്ല. അധികൃത ഭാഗത്തു നിന്ന് രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിവാട് മോഷണ ശ്രമം തടയാനും, അതുപോലെ സാമൂഹ്യ വിരുദ്ധരെ വളരെ അധികം ശല്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അടിവാട്. ഈ സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പഞ്ചായത്തിൽ കമ്മിറ്റി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പോലീസിലും അറിയിച്ചിട്ടുള്ളതാണ്. പോലീസ് എത്രയും പെട്ടെന്ന് ഒരു പെട്രോൾ സംവിധാനം ഉണ്ടാക്കി കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.